ഹലോ, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർക്കെല്ലാം കുറച്ച് ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് അഥവാ ഇമോഷൻസ്. ഈ ഇമോഷൻസ് കറക്റ്റായ രീതിയിലല്ല നമ്മൾ പുറത്തേക്ക് വിടുന്നതെങ്കിൽ, പ്രകടിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ വഷളാകും. നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതാണ് ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത്. അപ്പം നമുക്ക് 4 അടിസ്ഥാന വികാരങ്ങളാണ് ഉള്ളത്: സന്തോഷം, ദുഃഖം, ഭയം, കോപം. പിന്നീട് വരുന്നതെല്ലാം ഇതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് വരുന്നതാണ്. മെയിനായിട്ട് ഈ 4 വികാരങ്ങളാണുള്ളത്. ഒരു വികാരവും തിന്മയല്ല. അത് വേണ്ട രീതിയിൽ സന്ദർഭത്തിനനുസരിച്ച് പുറത്തേക്ക് വരണം, പ്രകടിപ്പിക്കണം. ഇനി എന്താണ് വികാരങ്ങൾ? പുറമേ ഉള്ളതോ നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നതായ സംഭവങ്ങളോടുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണമാണ് വികാരം എന്ന് പറയുന്നത്. ഈ വികാര പ്രകടന രീതിയൊക്കെ നമ്മൾ വളരെ കുഞ്ഞിൽ, ഏതാണ്ട് ഒരു 5 വയസ്സിനുള്ളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. പിന്നെ കുറേയൊക്കെ അവർ ശീലിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു. ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന അച്ഛൻ, കരഞ്ഞ് കാര്യങ്ങൾ കാണുന്ന അമ്മ, ഇവരെ രണ്ടിനെയും കണ്ട് കുഞ്ഞു പഠിക്കുന്നു എങ്ങനെയാണ് ഫീലിങ്സ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ കുറേയൊക്കെ നമ്മൾ ശീലിപ്പിച്ചെടുക്കുകയാണ്. ആൺകുട്ടി കരഞ്ഞാലത് മോശമാണ്, അവന് ദേഷ്യപ്പെടാം, കരയാൻ പാടില്ല. പെൺകുട്ടി ദേഷ്യപ്പെട്ടാൽ അത് മോശമാണ്, അവൾക്ക് ദേഷ്യപ്പെടാൻ പാടില്ല, വേണമെങ്കിൽ കരയാം. ഇങ്ങനെ കുറേ വികാരങ്ങൾ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കുടുംബങ്ങളിലും. അതനുസരിച്ച് കുട്ടി അത് പഠിക്കുകയും ശീലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആ രീതിയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ്റെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ അവൻ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെ പോകുമ്പോൾ അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം നമ്മൾ 4 അടിസ്ഥാന വികാരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാ? ഒന്നാമത്തത് സന്തോഷം. സന്തോഷത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഉന്മേഷം നൽകുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ മുഖത്തിന് തെളിച്ചമുണ്ടാക്കും, നമുക്ക് സൗന്ദര്യം ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും. ഇതൊക്കെയാണ് സന്തോഷം കൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ നമ്മൾ ചിരിക്കുമ്പോൾ, പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പം ധാരാളം ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ചിരിക്കാൻ കൂടുതൽ ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഓക്സിജൻ കൂടുതലായിട്ട് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും, നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ അതുകൊണ്ട് സന്തോഷം എന്ന വികാരം ഒരിക്കലും ഉള്ളിൽ ഒതുക്കാൻ പാടില്ല. ചിരിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയരുത്. സന്തോഷം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. പണ്ടത്തെ കാലത്താണെങ്കിൽ സന്തോഷം വന്ന് പെൺകുട്ടികൾ ഉറക്കെ ചിരിക്കുമ്പോൾ മുത്തശ്ശിമാരല്ലെങ്കിൽ അമ്മമാരൊക്കെ വിലക്കും. നീ പെൺകുട്ടിയാ, നിന്റെ ഒച്ച ഈ 4 ചുവരുകൾക്കുള്ളിൽ കേട്ടാൽ മതി, ഉറക്കെ ചിരിക്കാൻ പാടില്ല. അപ്പോൾ കുട്ടി ആ ചിരി എന്ന് പറയുന്ന, ആ സന്തോഷം എന്ന് പറയുന്ന വികാരത്തെ ഉള്ളിലേക്ക് ഒതുക്കാനായിട്ട് ശീലിക്കുകയാണ്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ആളുകൾ അങ്ങനെ വിലക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല. അപ്പം സന്തോഷിക്കാൻ അവസരം കിട്ടിയാൽ അത് സന്തോഷിക്കണം, മാക്സിമം സന്തോഷിക്കണം. ഇനി ദുഃഖം, രണ്ടാമത്തെ വികാരം. ദുഃഖം വരുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കി പിടിക്കരുത്, കരയണം. ഒരിക്കലും ദുഃഖം ഉള്ളിൽ കെട്ടി നിർത്താൻ പാടില്ല. പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം അത് കരഞ്ഞു തന്നെ മാറണം. കരയുമ്പോൾ ശരിക്കും നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭാരമാണ്, എന്തൊക്കെയോ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ശ്വാസം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്, നമുക്ക് ഷോർട്ട് ബ്രെത്ത് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ശ്വാസം എടുക്കും. അപ്പം നമ്മുടെ നമ്മുടെ വലിച്ചെടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം നമുക്ക് ഒത്തിരി ടെൻഷനുകളുണ്ടാവും. അതേസമയം നമ്മളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഭാരം കുറയുന്നു, വളരെ ആശ്വാസം തോന്നുന്നു. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ കൊച്ചുകുട്ടികൾ കരയുമ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ അവർ വീണിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ കരയുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടായിരിക്കുമല്ലോ കരയുന്നത്. ആ സമയത്ത് നമ്മൾ പറയാറെന്താ, അയ്യോ മോനെ കരയില്ലേ, അയ്യോ മോളെ കരയില്ലേ. അപ്പോൾ ഒരിക്കലും കുട്ടിയെ അങ്ങനെ ആശ്വസിപ്പിക്കാം, കുഴപ്പമില്ല അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷെ കരയില്ലേ എന്ന് പറയരുത്. കരഞ്ഞ് അവൻ്റെ മനസ്സിലുള്ള ആ വിഷമം മാറ്റിക്കളയണം. അതുപോലെ ആളുകൾ മരിച്ചു കിടക്കും. എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്
എൻ്റെ സ്കൂളിലൊരു കൂട്ടുകാരി, ഒരു സഹപ്രവർത്തകയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പോൾ അകാലത്തിൽ മരിച്ചതാണ്, ഒരു ആക്സിഡൻറ്റിൽ പെട്ടതാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരുമാതിരി നമ്പായിട്ട് ഇങ്ങനെ ഒരു ഫീലിങ്ങും ഇല്ലാതെ, കരയുന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു വല്ലാതെ അങ്ങ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സമയത്ത് കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ വന്ന് പറയുന്നു, മോളെ ഒന്ന് കരയെ, ഒന്ന് പൊട്ടിക്കരയെ എന്ന് പറഞ്ഞ് അവളെ കരയാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചു, ഇവരെന്തിനാ കരയാതിരിക്കുന്ന ആളെ കരയെന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്നത്? ശരിയല്ലല്ലോ. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലാവുന്നു, പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നു, കരഞ്ഞ് അവളുടെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന ആ ദുഃഖം പുറത്തേക്ക് പോയാലാണ് അവൾക്കൊരു ആശ്വാസം ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ അവൾക്കത് വേറെ പ്രശ്നങ്ങളിലേക്ക് മാറും. അപ്പോൾ ദുഃഖം വരുമ്പോൾ കരയുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. ഇനി മറ്റുള്ളവർ കാണുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മുറി അടച്ചിരുന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ? അപ്പോൾ കരയുന്നത് ഒരു മോശമായ കാര്യമല്ല. ഇനി പുരുഷന്മാർ ചിന്തിക്കും, അയ്യോ ഞങ്ങൾ ആണുങ്ങളല്ലേ, ഞങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് കരയുന്നത് ശരിയാണ്. ഒരിക്കലും കരയുന്നത് ഒരു മോശമായ കാര്യമല്ല. ഉള്ളിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കരച്ചിൽ പുറത്തേക്ക് വരുന്നത്. ഈ പുരുഷന്മാർ ഈ ദുഃഖമെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി വലിയ ആള് കളിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത്. കാരണം സ്ത്രീകളെക്കാൾ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ്. കാരണം അവരവരുടെ ഫീലിങ്സ് ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഒരു കുട്ടി വന്നു. ആ കുട്ടിയുടെ ഒരു സുഹൃത്ത്, 26 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതിൻ്റെ ഹസ്ബൻഡ് 28 വയസ്സുള്ള ഹസ്ബൻഡ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറ്റാക്ക് വന്നിട്ട് മരിച്ചു. രണ്ടുപേരും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഇവളെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണം, ടീച്ചർ അനുഭവസ്ഥയല്ലേ, ഒന്ന് സംസാരിച്ചുകൂടെ? അപ്പം ഞാൻ അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ഒന്നും അവരിൽ ഏഷ്യയില്ല. ഇപ്പോൾ അവർ കൗൺസിലിങ്ങിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. അവരെ കരയാൻ അനുവദിക്കുക. നിങ്ങൾ കൂട്ടുകാരെല്ലാം എപ്പോഴും അവരുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവുക, അവരെ കരയാൻ അനുവദിക്കുക. പിന്നെ അവൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ള പതിയെ അവൾ ജോലിയിലേക്ക് ജോയിൻ ചെയ്യട്ടെ. അപ്പം പതുക്കെ അവളെ എൻഗേജ്ഡ് ആക്കുക. ഈ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാനവിടെ കൗൺസിലിംഗൊന്നും അവളോട് സംസാരിക്കാനൊന്നും മുതിർന്നില്ല. കാരണം അത് അവരുടെ എഫക്റ്റീവ് അല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ദുഃഖം വരുമ്പോൾ കരയുക തന്നെ വേണം. അടുത്ത നമ്മുടെ ഫീലിംഗ് ആണ് ഭയം, പേടി. യഥാർത്ഥത്തിൽ ഈ ഭയം എന്നുള്ള വികാരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പം നടന്നു പോകുന്ന വഴിയിൽ ഒരു പാമ്പ്, പെട്ടെന്ന് നമ്മൾ ചാടി പുറകോട്ട് മാറുന്നു. അത് റിഫ്ലെക്സ് ആക്ഷൻ കൊണ്ടാണ്. എന്നാലും നമുക്ക് ആ പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ മാറുന്നതും ആ പാമ്പിൻ്റെ കടി ഏൽക്കാതെ നമ്മൾ രക്ഷപ്പെടുന്നതും. അതുപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 സൈഡും നോക്കി വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ സുഖമായിട്ടത് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ പേടിക്ക് നമ്മൾ അടിമകളാകരുത് ഒരിക്കലും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇടതും വലതും നോക്കി നമുക്ക് പേടിയാണ്, നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്? വണ്ടി വന്ന് ഇടിച്ച് നമ്മളെ മറിച്ചിടുന്നു, ആംബുലൻസ് വരുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ മോർച്ചറി വരെ അവിടെ മനസ്സിലിങ്ങനെ ഭാവന ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് ആ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമിതമായ ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ആ ഒരു കഴിവ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോകുന്നത് ഈ ഭയമുള്ളത് കൊണ്ട്. ഭയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലേ ഭയത്തെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഭയത്തെ നേരിടുന്നത് ഭയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ്. നമ്മളിപ്പോൾ വീഗാലാൻഡൊക്കെ പോകുന്ന സമയത്ത് വലിയ സ്ലൈഡുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ നമുക്ക് പേടിയാണ്. കുറച്ച് നേരം നമ്മളവിടെയൊക്കെ പോയി പറ്റി ഒക്കെ നിൽക്കും, ആളുകൾ ചാടുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കും. എന്നാലും നമുക്കൊരു പേടിയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് അതിലൂടെ ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും തള്ളി ഉന്തി വിടുന്നതായിരിക്കും, ഒന്ന് കയറി അതിൽ കൂടെ കറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത തവണ പോകും. കാരണം ആ ഭയം നമ്മളിൽ നിന്ന് മാറും. അപ്പോൾ ഭയവും നല്ലതാണ്, അതും എക്സ്പ്രസ് ചെയ്യണം, അതിനെ നേരിടണം, അതും നല്ലൊരു വികാരം തന്നെയാണ്. ഇനി അടുത്ത ഇതാണ് കോപം. നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വികാരമാണ് ദേഷ്യം അഥവാ കോപം. പക്ഷേ ഈ കോപവും നമ്മളെ പലപ്പോഴും പ്രവർത്തന നിരതരാക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രകടിപ്പിക്കണം. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലായിടത്തും ഞങ്ങൾക്ക് അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റുമോ? ആളും തരവും കണ്ട്
കോപം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു, അത് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ദേഷ്യം എനർജിയാണ്, എല്ലാ വികാരങ്ങളും എനർജിയാണ്. അത് ഉള്ളിലിങ്ങനെ കെട്ടി നിന്നാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകടിപ്പിക്കാനും പാടില്ല, പക്ഷേ ഇത് എനർജി പുറത്തേക്ക് വിടുകയും വേണം. അതിന് കുറേ മാർഗങ്ങളുണ്ട്. ദേഷ്യപ്പെടുന്ന നമുക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം പറ്റുമെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോവുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മറ്റേതെങ്കിലും ഒരു ജോലികളിൽ, മറ്റേതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ അങ്ങോട്ട് ഏർപ്പെടുക. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് ഹസ്ബൻഡിനോട് കാലശലായി ദേഷ്യം വരുന്നു, എന്തൊക്കെയോ പറയണമെന്നും പൊട്ടിത്തെറിക്കണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷേ പറയാൻ പറ്റുന്നില്ല, അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യാം? നേരെ അടുക്കളയിലേക്ക് പോയിട്ട് പാത്രങ്ങൾ കഴുകുക, കുറേ ശബ്ദമൊക്കെ കേൾക്കും, പിന്നെ തുണി കഴുകുക, തറ തുടയ്ക്കാം. ഇങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ ആ എനർജി പുറത്തേക്ക് പോകും, ആ ബന്ധം വഷളാകാതിരിക്കും, നമ്മുടെ ഉള്ളിൽ എനർജി കെട്ടി നിൽക്കാതെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ല മെത്തേഡാണ്. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കാം, നമ്മുടെ വീടും വൃത്തിയാവും. പുരുഷന്മാർക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യം, ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തെ പണികളോ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ എനർജി പുറത്തേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ദേഷ്യമൊക്കെ മാറും, നമ്മൾ ഫ്രീ ആവും. അതായത് ഫിസിക്കൽ എക്സസൈസ് ഇതൊരു നല്ലൊരു മാർഗമാണ്. ഇനി വേറൊരു മാർഗം പറയാം. അത് സൈക്കോളജിക്കലായിട്ട് പ്രൂവ് ചെയ്ത ഒരു മാർഗമാണ്. നിങ്ങൾക്കൊരാളോട് ശക്തമായ ദേഷ്യമുണ്ട്, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല, എന്നാൽ നമ്മുടെ ഉള്ളിൽ കെട്ടി നിൽക്കാനും പാടില്ല. ഇപ്പം നമ്മുടെ മേലധികാരിയാണെന്നിരിക്കട്ടെ, അപ്പം നമുക്കവിടെ ഒന്നും ദേഷ്യപ്പെട്ട് പറയാൻ പറ്റില്ല, നാളെയും ഓഫീസിൽ വരേണ്ടതാണ്, എന്നാൽ ദേഷ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ദേഷ്യം ഉള്ളിൽ ഇങ്ങനെ വെച്ച് അത് പകയായിട്ട് മാറും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും. നമ്മൾ ആരെക്കുറിച്ചാണോ ദേഷ്യം മനസ്സിൽ വെക്കുന്നത് അവരൊന്നും അറിയില്ല, അവർക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഈ ദേഷ്യം ഉള്ളിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ എനർജി പുറത്തേക്ക് വിടുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ദേഷ്യമുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ ചെന്ന് ഒരു മുറി അടച്ച് ഇരുന്നിട്ട് ഒരു പേപ്പറും പേനയും എടുക്കുക. അയാളെക്കുറിച്ച് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളെല്ലാം ആ പേപ്പറിലേക്ക് എഴുതുക. എന്ത് വേണേട്ടോ, തെറിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അയാളെക്കുറിച്ച് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ത് ശക്തമായ ഭാഷയിലാണെങ്കിലും മുഴുവൻ, അപ്പം നമ്മുടെ ആ ദേഷ്യം എന്ന വികാരം നമ്മൾ ആ പേപ്പറിലേക്ക് അങ്ങോട്ട് പകർത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കുക, ഒന്നും കൂടെ വായിച്ചു നോക്കുക. അന്ന് 2 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ്ഡ്. ഇനി വായിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം? ഈ പേപ്പർ ഒന്നുകിൽ കുനുകുനാന്ന് വലിച്ചു കീറി കളയണം, വലിച്ചു കീറി ഡസ്റ്റ്ബിന്നിലേക്ക് ഇടണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ പേപ്പർ കത്തിച്ച് കളയുക. ഞാനൊരു ട്രെയിനിങ് ക്ലാസ്സിൽ ചെയ്ത ഒരു എക്സാമ്പിളാണ്. വേറൊരു ട്രെയിനർ വന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ ദേഷ്യങ്ങളൊക്കെ പേപ്പറിലേക്ക് പകർത്തി അത് കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അത് പക്ഷേ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊത്തിരി റിലാക്സ്ഡ് ആവും, മനസ്സ് റിലാക്സ്ഡ് ആവും, നിങ്ങൾ റിലാക്സ്ഡ് ആവും. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്. ശരീരത്തിന് പ്രശ്നമുണ്ടെങ്കിലും മനസ്സിന് പ്രശ്നം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സന്തോഷം തോന്നിയാൽ ചിരിക്കണം, സങ്കടം വന്നാൽ ഞാൻ വലിയ കേവനാന്ന് കരുതി ഉള്ളിലൊതുക്കാതെ കരഞ്ഞോളൂ. ഇനി പേടിയും ദേഷ്യവും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഫീലിങ്സ് എല്ലാം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് എക്സ്പ്രസ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻറ്റുകൾ എഴുതുക. ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.